യാത്രക്കാർ മദ്യപിച്ചു ട്രെയിനിൽ കയറി അക്രമം ഉണ്ടാക്കുന്നത് തടയാൻ ബവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടണമെന്ന വിചിത്ര ആവശ്യവുമായി റെയിൽവേ രംഗത്ത് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ അധികാര പരിധിയുള്ള റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നാണ് ബെവ്കോയ്ക്ക് കത്തു നൽകിയത്. സ്റ്റേഷനുകളുടെ 500 മീറ്റർ ദൂരപരിധിയിൽ നിന്ന് ബെവ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റണമെന്നാണ് ആവശ്യം. ഇന്ത്യൻ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ ബെവ്കോ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചത് ഒരു വിചിത്ര ആവശ്യം എന്ന നിലയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ വ്യാപിക്കുന്ന റെയിൽവേയുടെ അധികാര പരിധിയിൽ ട്രെയിനുകളിൽ ഉണ്ടാകുന്ന മദ്യലഹരി പ്രശ്നങ്ങൾ, കലഹങ്ങൾ, യാത്രക്കാരുടെ സുരക്ഷാ ഭീഷണികൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഈ കത്ത് എന്നതാണ് യാഥാർത്ഥ്യം. വർഷങ്ങളായി ട്രെയിനുകളിൽ ഉണ്ടാകുന്ന ആക്രമണ സംഭവങ്ങൾ, സഹയാത്രികരെ അസ്വസ്ഥരാക്കുന്ന ലഹരി ഉപയോഗിച്ചിട്ടുള്ള പെരുമാറ്റങ്ങൾ, ടിടിമാരോടും CRPF ജീവനക്കാരോടും നടക്കുന്ന തർക്കങ്ങൾ, ഇവയെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇനി റെയിൽവേക്ക് കഴിയാത്ത അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രെയിനുകൾ ഒരു സംസ്ഥാനത്തിന്റെ മാത്രം സ്വത്തല്ല, അത് രാജ്യത്തിന്റെ നാഡി സംവിധാനമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒത്തുചേരുന്ന ഒരിടം. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, രോഗികൾ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമാണ് റെയിൽവേക്കുള്ളത്. എന്നാൽ കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന പല ട്രെയിനുകളിലും മദ്യലഹരിയിലുള്ള യാത്രക്കാരുടെ ശല്യം പതിവാകുന്നു എന്ന പരാതികൾ തുടർച്ചയായി ഉയരുകയാണ്. ചിലപ്പോൾ വാക്കേറ്റം, ചിലപ്പോൾ കയ്യാങ്കള്ളി, ചിലപ്പോൾ അപമാനകരമായ പെരുമാറ്റം, ഇവയെല്ലാം പേടി സ്വപ്നമാണ് പലർക്കും. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ ബെവ്കോ ഔട്ട്ലെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റേഷനുകൾക്കരികിൽ പ്ലാറ്റ്ഫോമുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ യാത്രയ്ക്ക് മുൻപ് തന്നെ ആളുകളെ ലഹരിയിലാക്കുന്നു എന്ന ആശങ്ക അവർ രേഖപ്പെടുത്തുന്നു. ഇവിടെ ചോദിക്കേണ്ട പ്രധാന ചോദ്യം യാത്രക്കാരുടെ സുരക്ഷയാണോ സർക്കാരിന്റെ മദ്യ വരുമാനമാണോ മുൻഗണന എന്നുള്ളതാണ്. കേരള സർക്കാർ വർഷങ്ങളായി മദ്യവിൽപ്പനയെ വരുമാന സ്രോതസ് എന്ന നിലയിലാണ് കാണുന്നത്. സാമൂഹിക പ്രത്യാഘാതങ്ങൾ, കുടുംബങ്ങൾ തകർന്നു പോകുന്നത്, സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇവയെല്ലാം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. സ്റ്റേഷനുകളുടെ സമീപത്ത് ബെവ്കോ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും ട്രെയിൻ യാത്രയുടെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. അതിന്റെ പ്രതിഫലനം ട്രെയിനുകളിലേക്കും പകരുന്നു. റെയിൽവേയുടെ കത്ത് അതിനുള്ള മുന്നറിയിപ്പാണ്. കേരള സർക്കാർ ഈ കത്തിനോട് കാണിക്കുന്ന പ്രതിരോധ മനോഭാവം ആശങ്കാജനകമാണ്. മദ്യവിൽപ്പന നിയമപരമാണ്, എല്ലാ പ്രശ്നത്തിനും ബെവ്കോയെ കുറ്റപ്പെടുത്താനാകില്ല എന്ന വാദങ്ങൾ കേൾക്കാം. നിയമപരമാണോ എന്ന ചോദ്യം മാത്രമല്ല ഇവിടെ ഉള്ളത്, ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ വിഷയം. നിയമപരമായി വിൽക്കുന്ന മദ്യം പൊതുസുരക്ഷയെ ബാധിക്കുന്നുവെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ കടമയല്ലേ? സ്റ്റേഷനുകൾക്ക് സമീപനം മദ്യവിൽപ്പന ഒഴിവാക്കുക, സമയപരിധി നിശ്ചയിക്കുക, പരിശോധന ശക്തമാക്കുക, ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ട്രെയിനുകളിൽ ഉണ്ടായ സംഭവങ്ങൾ നോക്കിയാൽ പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാണ്. ലഹരിയിലായ യാത്രക്കാരാൽ സഹയാത്രികർ ഭയന്ന് സീറ്റുകൾ മാറുന്ന അവസ്ഥകൾ, സ്ത്രീകൾ രാത്രി യാത്ര ചെയ്യാൻ മടിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ, CRPF ഇടപെടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുമ്പോഴാണ് ഭരണകൂടം പോലും ഉണരുന്നത്. എന്നാൽ അതുവരെ എത്രയോ പേർ മാനസികമായി, ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു, സുരക്ഷാ ഭീതിയിൽ കഴിയുന്നു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിലേക്കും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കും പരാതി എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ കർശനമായ നിലപാടെടുക്കാൻ കേന്ദ്രത്തിന് അധികാരവും ഉത്തരവാദിത്വവുമുണ്ട്. മോദി സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ റെയിൽവേ സുരക്ഷ, വന്ദേ ഭാരത് പോലുള്ള ആധുനിക ട്രെയിനുകൾ, സ്റ്റേഷൻ നവീകരണം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ യാത്രക്കാരുടെ പെരുമാറ്റവും സുരക്ഷയും ഒരുപോലെ നിയന്ത്രിക്കപ്പെടണം. ലഹരി മൂലമുള്ള ആക്രമണങ്ങൾ അനുവദിച്ച് ഒരു ആധുനിക റെയിൽവേ എന്ന ആശയം നടപ്പാക്കാനാകില്ല, അടച്ചു പൂട്ടാനുമാകില്ല. കേരള സർക്കാർ ഇവിടെ ആത്മപരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞു. ബെവ്കോയെ സംരക്ഷിക്കുന്ന നിലപാട് ഉപേക്ഷിച്ച് പൊതുസുരക്ഷയെ മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കണം. റെയിൽവേയുടെ കത്ത് രാഷ്ട്രീയ കണ്ണിലൂടെ കാണാതെ ഒരു മുന്നറിയിപ്പായി സ്വീകരിക്കണം. സ്റ്റേഷനുകൾക്കരികിലെ മദ്യവിൽപ്പന നിയന്ത്രിക്കുന്നത് സർക്കാരിന്റെ അധികാര പരിധിക്കുള്ളിലാണ്. അതിനായി കേന്ദ്ര സംസ്ഥാന സഹകരണം വേണം. എന്നാൽ വരുമാനം കുറഞ്ഞു പോകുമെന്ന ഭയമാണ് തീരുമാനങ്ങളെ തടയുന്നത്. എങ്കിൽ അതിന്റെ വില നൽകേണ്ടി വരുന്നത് സാധാരണ യാത്രക്കാരായിരിക്കും. ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നത് ഒരു പേടി സ്വപ്നമാക്കണോ, സുരക്ഷിതമായ പൊതുഗതാഗതമാക്കണോ? റെയിൽവേയുടെ കത്തൊരു സുരക്ഷാ അപകട സൂചനയാണ്. അത് അവഗണിച്ചാൽ നാളെ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് ഉത്തരവാദിത്വം ആരുടേതായിരിക്കും? കേരള സർക്കാർ ബെവ്കോയെ പിന്തുണയ്ക്കുന്ന നിലപാട് പുനഃപരിശോധിക്കണം. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ശക്തമായ നടപടി സ്വീകരിക്കണം. കേന്ദ്ര സർക്കാർ ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ട്രെയിനുകളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന കർശന നടപടികൾ പ്രഖ്യാപിക്കണം. കാരണം യാത്രക്കാരുടെ സുരക്ഷ ഒരു രാഷ്ട്രീയ വിഷയമല്ല, അത് ഭരണകൂടത്തിന്റെ ധാർമ്മിക ബാധ്യതയാണ്.